ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജസാ വിത്ത് അംനാസ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു അറബിക് റൈസ് തയ്യാറാക്കാം കേട്ടോ. ചിക്കൻ മലൂത്താണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബസ്മതിയുടെ ലോങ് റൈസാണ് വേണ്ടത്. ഞാനിവിടെ 3 ഗ്ലാസ് എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, പിന്നെ ഓയിൽ, ടൊമാറ്റോ പേസ്റ്റ്, മാഗി ക്യൂബ്, പിന്നെ വേണ്ടത് ഡ്രൈ ലെമണ്, ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ പെപ്പർ. പിന്നെ വേണ്ടത് അറബിക് മസാല ആണ്. ഞാൻ ഈ സ്പൂണിൽ 3 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അറബിക് മസാല. പിന്നെ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം സവാളയാണ് ചേർക്കുന്നത്. പട്ട, ഗ്രാമ്പൂ അത് ചേർക്കുന്നില്ല, കാരണം പെട്ടെന്നൊന്ന് ഫ്രൈ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ലെമണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതെല്ലാം ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു റൈസാണ് കേട്ടോ ഇത്. മജ്ബൂസ്, മന്തി അതുപോലൊക്കെ തന്നെ, പക്ഷേ വേറൊരു ടേസ്റ്റാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം ഞാനൊരു വലിയ ക്യാപ്സിക്കമായിരുന്നു, അപ്പോൾ അതിലൊരു ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക് അതൊക്കെ നമ്മൾ പാകത്തിനായിട്ട് എടുക്കാം. ഞാനിവിടെ 1 സ്പൂണ് ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അറബിക് മസാലയും ഈ പച്ചമുളകും അത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നാലും നല്ല പാകത്തിനുള്ള എരിവും ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായി പൊടിച്ചിട്ടാണ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാഗി ക്യൂബ് നന്നായി കൈകൊണ്ട് പൊടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് തക്കാളി പേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് 1 തക്കാളി പേസ്റ്റ് ആക്കിയാൽ മതി. ഞാനിവിടെ 2 തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് അറബിക് മസാലയാണ് കേട്ടോ. അത് 3 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായി ഇളക്കി നല്ല മസാലയുടെ മണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കഴുകി മാറ്റി വെച്ച ചിക്കനാണ് കേട്ടോ. ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനിൽ ഒട്ടും വെള്ളമില്ലാതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മസാല ഒന്ന് ജസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ മാറ്റി വെച്ച വെള്ളമില്ലേ, അരിക്ക് മാറ്റി വെച്ച വെള്ളം, 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ആ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ, കാരണം മാഗി ക്യൂബിൽ ഉള്ള ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഞാൻ 1 മണിക്കൂർ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് പിന്നെ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് പ്രഷർ കളഞ്ഞതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് മാറ്റിയെടുക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ വേണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.